Hello guys, welcome back to my YouTube channel myownstylewithme. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും റാൻഡം ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. മൺസൂൺ പ്രമാണിച്ച് ഇപ്പോൾ പല വെബ്സൈറ്റുകളും അല്ലെങ്കിൽ പല ആപ്പുകളിലും പല ഓഫേഴ്സും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഓഫേഴ്സിലൊക്കെ എനിക്ക് വേണ്ട കുറച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കാത്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇടാണെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ നമുക്ക് വീഡിയോ ആണ്. ഇത്രയും ബോക്സ് ഉണ്ട്, അതിന് കൂടെ ഒരു ബോക്സും കൂടി ഉണ്ട്. അതെനിക്ക് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. അപ്പൊ ഞാൻ ഓരോ പ്രൊഡക്റ്റ് എന്താണെന്നും അതിന്റെ പ്രൈസും അതെനിക്ക് എങ്ങനെയാ കിട്ടിയതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഓരോ ബോക്സ് ആയിട്ട് പൊട്ടിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബോക്സിലുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് സിസ് ബ്യൂട്ടിയുടേതാണ് കേട്ടോ. സിസ് ബ്യൂട്ടിയുടെ രണ്ട് പ്രൊഡക്റ്റ് ആണ്. സിസ് ബ്യൂട്ടി ബ്രാൻഡിൽ ബൈ വൺ ഗെറ്റ് വൺ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ച രണ്ട് പ്രൊഡക്റ്റ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഞാൻ ഓരോന്ന് എന്താണെന്ന് കാണിച്ചു തരാം. അതിൽ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഈ ഒരു പാലറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് അൾട്രാ ഗ്ലോ പാലറ്റ് ആണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ ഒരു ബ്ലഷ് വരുന്നുണ്ട്, പിന്നെ രണ്ട് ഹൈലൈറ്റിംഗ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് മൂന്നും ഒരു ഷിമർ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ. ഞാൻ ഒരു നാച്ചുറൽ ഗ്ലോ ആണ് ഈ ഒരു പാലറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല നല്ല അടിപൊളി പാലറ്റ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാലറ്റ് ആണ്. ഇതിന് മുന്നേ ഞാൻ ഈ പാലറ്റ് യൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ്സ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പർച്ചേസ് ചെയ്തത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 429 rupees ആണ്. അപ്പൊ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് കൂടി ആഡ് ചെയ്യാലോ. അങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ മാത്രം പൈസ കൊടുത്താൽ പോരെ. അങ്ങനെ ഞാൻ ആഡ് ചെയ്ത അടുത്ത പ്രൊഡക്റ്റ് ആണ് ഈ സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ വരുന്നത്. നല്ല ക്ലാസി പാക്കേജിങ്ങിലാണ് വരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ നമ്മൾ കയ്യിൽ എടുത്തിട്ട് വേണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, അത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. പക്ഷെ നമ്മൾ കയ്യിൽ എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു നാച്ചുറൽ ഫിനിഷ് തരും. ഷിമറൊക്കെ കുറച്ച് വരുന്നുണ്ട്, എന്നാലും നമുക്കൊരു നാച്ചുറൽ ഫിനിഷാണ്, അടിപൊളിയാണ്. സിസ് ബ്യൂട്ടിന്റെ ഈ രണ്ട് പ്രൊഡക്റ്റും അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് രണ്ടും നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഓഫർ നടക്കുന്നതുകൊണ്ട് വെബ്സൈറ്റ് വഴി വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാനേ വാങ്ങിക്കാമല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാം. അടുത്ത പ്രൊഡക്റ്റും ഇങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ ഒരു ഓഫർ ഉള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് വാവുൻ്റെതാണ് കേട്ടോ. വാവ് വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, എപ്പോഴും എന്താ വെച്ചാൽ കറണ്ട് ഇപ്പോൾ ഒരു 3 to 4 years ആയിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് ഇവരുടെ ഫേസ് വാഷ് ആണ്. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം അത് ഏതാ ഫേസ് വാഷ് എന്നുള്ളത്. ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫേസ് വാഷിനെ കുറിച്ചിട്ട്. ഇതാണ് ഫേസ് വാഷ് വരുന്നത്. വാവിന്റെ ആന്റി ആക്നെ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് 200 ml ആണ് വരുന്നത്. അടിപൊളി ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് വാഷ് ആണ്. ഈ ഒരു ഫേസ് വാഷ് എൻ്റെ ഫേസിന് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫേസ് വാഷ് വിടാണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വൽ പ്രൈസ് വരുന്നത് 399 rupees ആണ്. അതിലും ബൈ വൺ ഗെറ്റ് വൺ ഉള്ളത് കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നമുക്കിത് 200 സംതിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് അവൈലബിൾ ആണ്. അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഉള്ളത് കൊണ്ട് അടുത്തൊരു പ്രോഡക്റ്റ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് വരുന്നത് കണ്ടോ. SPF 55 വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ഒരു സൺസ്ക്രീൻ ആണ്, SPF 55 വരുന്ന. അതിന്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ആ ഒരു സൺസ്ക്രീനിന് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പക്ഷെ ഈ ഒരു സൺസ്ക്രീനിന് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ആ ഒരു സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോയിലുള്ള സൺസ്ക്രീൻ എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് തരുന്നുണ്ട്. കാരണം ടാനിൽ നിന്ന് നമുക്ക് അത്രയ്ക്ക് ഒരു എനിക്ക് ഫീൽ ചെയ്തതാണ്, നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയും ഫേസിന് തരുന്നുണ്ട്. നമ്മുടെ ഓയിലി സ്കിൻകാർക്കൊക്കെ ഈ ഒരു സൺസ്ക്രീൻ അടിപൊളിയാണ്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാ നോക്കട്ടെ. കയ്യിൽ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് നോക്കണമല്ലോ. യെസ് ഗൈസ്, ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. പക്ഷേ ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ല, വേഗം തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്താ പറയാ, എന്തോ ഒരു മരുന്നിന്റെ ഒക്കെ സ്മെല്ല്, എനിക്ക് തീരെ സ്മെല്ല് ഇഷ്ടമായില്ല. പക്ഷെ അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. ഒരു സ്റ്റിക്കിനെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ ഈ ഒരു 349 എന്ന് പറയുന്ന ഒരു എമൗണ്ട് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അപ്പോൾ അറിയില്ല, ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കാണിക്കാൻ പോണ 2 പ്രൊഡക്റ്റ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാ ഗേൾസിൻ്റെ അടുത്ത് മസ്റ്റ് ആയിട്ട് വേണ്ട 2 പ്രൊഡക്റ്റ് ആണ്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല, നിങ്ങൾ മുമ്പ് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത്. സിറോണയുടെ മെൻസ്ട്രൽ കപ്പ് വാഷ് ആണ്. 100 ml ആണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തത് പി സേഫിന്റെ മെൻസ്ട്രൽ കപ്പ് വാഷ് ആണ്. അതൊരു ഫോം ടൈപ്പ് ആണ് വരുന്നത്. അത് എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞു പോയി, തീർന്നു പോയി. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി എന്നുവെച്ചാൽ നല്ലതാണോ എന്താ നമുക്കറിയില്ല, അപ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ സിറോണയുടേത്. പക്ഷെ ഇതിന് നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് സെലക്ട് ചെയ്തത്. പല ബ്രാൻഡിലും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വാഷ്. ഇതെല്ലാ ഗേൾസിൻ്റെ അടുത്തും മസ്റ്റ് ആയിട്ട് വേണം. എന്തായാലും കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ ഒരു ചെറിയ കറയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ വാഷ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്തതെങ്കിൽ അങ്ങനെ ആ കറ പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയേണ്ടത്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. സോ ഗൈസ്, അടുത്തതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്കും വളരെ യൂസ്ഫുള്ളാണ്, ഞാൻ കാണിച്ചു തരാം. പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ബൗള് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് സെൻസികെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെതാണ്. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങി നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങി നോക്കാം കേട്ടോ. ഇതിൽ ഈസി ടു യൂസ് ആണ്, മൈക്രോവേവ് സേഫ് ആണ്, സ്റ്റെറിലൈസ് പ്ലസ് കണ്ടെയ്നർ ആണ്. അതന്നെ കണ്ടെയ്നർ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇത് നമുക്ക് വലുതാക്കി എടുക്കാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് വലുതാക്കി എടുക്കാം. അതേപോലെ മൂടി വെക്കാനായിട്ട് ഒരു മൂടിയും ഇവർ തന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് സൈസ് വരുന്നത് M ആണ്. ഇത് S, M, L ഈ ഒരു 3 സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ മെൻസ്ട്രൽ കപ്പ് M ആയതുകൊണ്ടാണ് ഞാൻ M ചൂസ് ചെയ്തത്. നിങ്ങളുടേത് L ആണെങ്കിൽ നിങ്ങൾക്ക് L ചൂസ് ചെയ്യാം, S ആണെങ്കിൽ നിങ്ങൾക്ക് S ചൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒരു പ്രശ്നമോ കാര്യങ്ങളോ വരില്ല. മെൻസ്ട്രൽ കപ്പ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ്സ് വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് വെക്കാം. സ്റ്റെറിലൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം മറ്റേത് നമ്മൾ പാത്രത്തിലൊക്കെ അല്ലേ മെൻസ്ട്രൽ കപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി നമ്മൾ എടുത്ത് വെക്കുക, സ്റ്റെറിലൈസ് ചെയ്യുക. പക്ഷെ ഇതൊന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള പല മെഷീൻസും അവൈലബിൾ ആണ്. അതൊന്നും നമുക്ക് കൊണ്ടു നടക്കാനോ ഒന്നിനും പറ്റില്ല. വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ടു ക്യാരി ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. നമ്മുടെ ഈ ചെറിയ പേഴ്സിൽ വരെ കൊള്ളൂ, അത്രയും വലുപ്പമുള്ള ഈ ഒരു ഐറ്റത്തിന് കേട്ടോ. എല്ലാ ഗേൾസിൻ്റെ അടുത്തും മസ്റ്റ് ആയിട്ട് വേണ്ട 2 ഐറ്റമാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വാഷും അതേപോലെ ഈ ഒരു കണ്ടെയ്നറും. നമുക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള 2 ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു നമുക്കത് കംഫർട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ കംഫർട്ടായിട്ടുള്ള വളരെ എന്താ പറയുക, നമുക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള വേറൊരു ഐറ്റം നമുക്ക് വേറെ ഇല്ല. കാരണം എന്താ വെച്ചാൽ പാഡ് യൂസ് ചെയ്താൽ അതിൻ്റെ എന്താ പറയുക ഇറിറ്റേഷൻസ് കാര്യങ്ങൾ വേറെ, അതേപോലെ തുണിയാണെങ്കിലും അതിൻ്റെ ഇറിറ്റേഷൻസ് കാര്യങ്ങൾ വേറെ, പിന്നെ നമുക്ക് ബാക്കിലാവോ ഡ്രസ്സിലാവോ അങ്ങനത്തെ കുറേ ഇഷ്യൂസും പേടിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ആകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് ഓടണമെങ്കിൽ ഓടാ, ചാടണമെങ്കിൽ ചാടാ, വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാം, മഴ കൊള്ളണമെങ്കിൽ മഴ കൊള്ളാം. അങ്ങനെയാണ്, അത്രയും കംഫർട്ടാണ്. പിന്നെ നമുക്ക് പിന്നെയും ഒരു ഇഷ്യൂ വരും, ഉറങ്ങുമ്പോൾ ഉറങ്ങാനുള്ള ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഈ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല. നമ്മുടെ ഒക്കെ ഉറക്കം അടിപൊളിയായിട്ട് പോകും. നമുക്ക് എങ്ങനെയാണ് നോർമലായിട്ടുള്ള ഡേ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും. ഈ ഒരു സംഭവം ഉള്ളിൽ ഉണ്ട് എന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ചിലവർക്ക് ഇത് യൂസ് ചെയ്യാൻ പേടി ഉണ്ടാവും. നിങ്ങൾ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. ഉള്ളിൽ കുടുങ്ങി പോവുക ഒരു കാര്യങ്ങളും ഇല്ല. 1, 2, 3 തവണ അതൊന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും. പിന്നെ അത് കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം, അതേപോലെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പം എന്തായാലും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയാൻ ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് പ്ലമ്മിന്റെ കുറച്ച് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇത് അവരുടെ 10th ആനിവേഴ്സറി പ്രമാണിച്ച് ഓഫർ നടന്നപ്പോൾ ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് ആണ്. കണ്ടില്ലേ ഇത്രയും ഐറ്റമാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്താണ് എങ്ങനെയാണ് ഇത്, എത്ര രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.